NMMSയുടെ ക്ലാസ്സിന്റെ തുടക്കം മുതൽ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനിയുള്ള ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ പങ്കെടുക്കുക. അഥവാ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, നെറ്റ് പ്രോബ്ലമോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇത് റെക്കോർഡ് ചെയ്ത ക്ലാസ് അയച്ചു തരും. അപ്പോൾ ഏറ്റവും നല്ലത് നേരിട്ട് പങ്കെടുക്കുന്നതാണ്. ഇപ്പോൾ കുറെ കുട്ടികൾ നമ്മളിത് വന്നിട്ടുണ്ട്. ഇനിയും പല സ്കൂളുകളുടെയും കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി കിട്ടും. കാരണം NMMC നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, ഇവിടെ മീൻസ് എന്ന വാക്കിന് എന്താണ് അർത്ഥം? ഉണ്ട്, മീൻസ് ഉണ്ട്. ഈ സാമ്പത്തികമായിട്ട് വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ഈ ഒരു പരീക്ഷ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ USS എഴുതിയ എല്ലാ കുട്ടികളും ഈ ഒരു എക്സാം എഴുതണമെന്നില്ല. കാരണം അവർക്ക് വരുമാന പരിധിയുണ്ട്. ഒരു വർഷം 3.5 ലക്ഷം റുപ്യാണ് ഇതിന്റെ വരുമാന പരിധിയായിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ താഴെയുള്ള വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. റിഷാൻ, എന്റെ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ധ്യാന, ഈ വരുമാന പരിധിയിൽപ്പെട്ട കുടുംബങ്ങൾക്ക് എഴുതാൻ പറ്റും. നോട്ടിഫിക്കേഷൻ സാധാരണഗതിയിൽ വരേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ്. ഡിസംബറിലായിരിക്കും മിക്കവാറും നമ്മുടെ പരീക്ഷ നടക്കുക. ഒരുപക്ഷെ നവംബറിൽ നടന്നുകൂടുന്നില്ല. അപ്പൊ ഡിസംബർ വരെ ഇത് ഒരുപാട് പഠിച്ചെടുക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ സാറ്റ്, മാറ്റ് എന്നീ 2 പേപ്പറിൽ വരുമ്പോൾ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിന്റെ പകുതി വരെയുള്ള പാഠഭാഗങ്ങൾ സോഷ്യൽ സയൻസിനും ബേസിക് സയൻസിനും, അതായത് സോഷ്യലിനും ബേസിക് സയൻസിനും 35 മാർക്കും ജനറൽ മാത്സിലെ 20 മാർക്കും കവർ ചെയ്യണമെങ്കിൽ 5 മുതൽ 8ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ആ കുട്ടികൾക്കാണ് ഇത് കൃത്യമായിട്ട് എഴുതാൻ പറ്റൂ, നല്ല മാർക്ക് കിട്ടും. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുങ്ങേണ്ടതായ 1-2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ മുമ്പ് പഠിച്ച 7th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്ത മാർക്ക് ലിസ്റ്റ് 55% ഓരോ വിഷയത്തിലും മാർക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് നിങ്ങളുടെ സ്കൂള് പഴയ സ്കൂളിൽ HM തരും. പിന്നെ 6 മാസത്തിൽ ഒരിക്കൽ വാങ്ങിയ, 6 മാസത്തിന് മുമ്പ് അതിനുള്ളിൽ വാങ്ങിയ ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, അത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ചിന്തിച്ചാൽ മതി. അക്ഷയ കേന്ദ്രം വഴിയാണ് അത് വാങ്ങേണ്ടത്. അതൊക്കെ രക്ഷിതാക്കൾക്ക് അറിയാം. പിന്നെ മക്കൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേരിൽ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യുക സ്വന്തമായിട്ട്. അതിന്റെ പാസ്വേഡും മെയിൽ ID ഒക്കെ കൊടുത്താൽ എഴുതി വെക്കുക. പാസ്വേഡ് എന്തായാലും എഴുതി വെക്കുക, പിന്നെ അത് മറന്നുപോകും. അപ്പം നിങ്ങളുടെ പേരിൽ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ടിഫിക്കേഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുന്ന, ഏത് സമയത്ത് ക്ലാസ്സുകൾ കേൾക്കുന്ന, എവിടുന്നും ക്ലാസ്സുകൾ കേൾക്കുന്ന കുട്ടികൾക്കാണ് ഇതുവരെയുള്ള കണക്ക് നോക്കിയപ്പോൾ NMOCക്ക് യോഗ്യത നേടുന്നത്. നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കുട്ടികളാണെങ്കിൽ, കോഴിക്കോട് ജില്ലയിൽ NMMSയുടെ മൊത്തം സ്കോളർഷിപ്പ് കൊടുക്കുന്ന കുട്ടികൾ 345 ആണെങ്കിൽ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംഖ്യയുടെ വ്യത്യാസം വരാം. ഈ 345 പേർക്ക് മാത്രമേ സ്കോളർഷിപ്പ് കൊടുക്കൂ, തുക കൊടുക്കും. അപ്പൊ 345 പേരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത് ഓരോ വർഷവും. അതിൽ ടോപ്പ് മാർക്ക് കിട്ടുന്ന 345 പേരിൽ നിങ്ങൾ ആവണം. അതിന് നിങ്ങൾക്ക് മാക്സിമം മാർക്കിനോട് അടുത്ത് കിട്ടുന്ന മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. ഇനി ഇതിന്റെ വിഷയങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങൾക്കിത് അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ് പുതിയ കുട്ടികൾക്ക് വേണ്ടി. സാറ്റ്, മാറ്റ് എന്നീ 2 പേപ്പറാണ് ഇതിനുള്ളത്. സാറ്റിൽ വരുന്ന ആദ്യത്തെ കാര്യം 35 ചോദ്യങ്ങൾ, 35 മാർക്ക് സോഷ്യൽ സയൻസ് ആണ്.
രണ്ടാമത് 36ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ബേസിക് സയൻസ്. ഇവിടെ സയൻസ് ആണ് രണ്ടാമത്തെ വിഷയം. അതുപോലെ നിങ്ങൾ NMMSയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വലതു ഭാഗത്ത് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും, മലയാളം മീഡിയക്കാർക്ക് അതിൻ്റെ അതേ ചോദ്യം ഇടതു ഭാഗത്തും ഉണ്ടാവും. 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്നു. OMR ഷീറ്റിൽ ബബിൾ ചെയ്ത്, എന്താണ് OMR എന്നതിന്റെ ഫുൾ ഫോം അറിയാമോ ആർക്കെങ്കിലും? USS എഴുതിയ കുട്ടികളാണെങ്കിൽ OMR ഷീറ്റ് കണ്ടിട്ടുണ്ടാവും. ആ OMR ഷീറ്റിലാണ് നിങ്ങൾ ABCD എന്നോ അല്ലെ 1, 2, 3 എന്നോ മാർക്ക് ചെയ്യുമ്പോൾ ശരിയായ ഉത്തരത്തിൽ നിങ്ങൾ കറുപ്പ് മഷിയോ നീല മഷിയോ ഉള്ള ബോൾ പോയിന്റ് പേന കൊണ്ട് ബബിൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ USSന്റെ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്, പരീക്ഷയ്ക്ക് മനസ്സിലാക്കിയതാണ്. അപ്പോൾ USS എഴുതാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ട്, അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ഇവിടെ 35, 35, 70, 20, 90 മാർക്കാണ് സാറ്റിൽ വരുന്നത്. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ആദ്യത്തെ ചോദ്യം പേപ്പർ സാറ്റ് ആയിരുന്നു എങ്കിൽ ഇപ്പൊ 2-3 വർഷമായി ആദ്യത്തെ പേപ്പർ വരുന്നത് മാറ്റാണ്. അപ്പൊ കുട്ടികൾ മെന്റൽ എബിലിറ്റിയിലെ നല്ല രസകരമായ ചില 90 ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ ഇന്ന് 5 മാർക്കിന്റെ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. 90 മാർക്ക് കുട്ടികൾ നേരിടുമ്പോൾ ഒരു 85 മാർക്കെല്ലാം 90-ൽ കുട്ടികൾ പിടിക്കാറുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സാറ്റിലെ പേപ്പർ നോക്കുമ്പോൾ അവിടെ കുട്ടികൾക്ക് ഇതിന്റെ അതേ മാർക്ക് ലഭിക്കുന്നില്ല. അത് നിങ്ങൾ പാഠപുസ്തകം നന്നായിട്ട് പരിചയപ്പെടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. കാരണം അതിലുള്ള ചോദ്യങ്ങൾ കുറച്ച് കട്ടി കൂടിയതാണ്. ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ അത് നേരിടാൻ നിങ്ങൾ പഠിക്കണം. അതിനാണ് നമ്മുടെ USSന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കയറാം, ന്യൂ മാത്സിന്റെ ക്ലാസ്സിൽ കയറാം എന്നൊക്കെ ഞാൻ പറയുന്നത്. കാരണം ഈ സാറ്റിൽ വരുന്ന ജനറൽ മാത്സിലെ 20 ചോദ്യങ്ങൾ ഇത്തിരി കട്ടിയുള്ളതാണ്. അതുപോലെ സയൻസും സോഷ്യലിന്റെ അധ്യാപകർ പറഞ്ഞു അതും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളിലേക്ക് മാറിയിരുന്നു. പെട്ടെന്ന് ഉത്തരം ഏതാണെന്ന് തോന്നാത്ത കണ്ടുപിടിക്കാത്ത രീതിയിൽ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ആദ്യത്തെ പേപ്പറിൽ അല്ലെങ്കിൽ സാറ്റ് ആണെങ്കിലും മാറ്റ് ആണെങ്കിലും 90 ഇവിടെയും മാറ്റിലും 90 നിങ്ങൾക്ക് കിട്ടി. ഈ മാറ്റ് പേപ്പറിൽ നിങ്ങൾ 90 കിട്ടിയിട്ട് ഈ പേപ്പറിൽ നിങ്ങൾക്കൊരു 35 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ സ്കോളർഷിപ്പിന് അർഹരല്ല. നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് പോലും കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾക്ക് 35 മാർക്കാണ് കിട്ടുന്നത്, ഇവിടെ നിങ്ങൾക്ക് 90 കിട്ടി, മൊത്തം 125 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് ഇപ്രാവശ്യം അല്ലെങ്കിൽ വരുന്ന പ്രാവശ്യം 120 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് പറഞ്ഞുതരാം. ഇവിടെ മിനിമം മാർക്ക് നിങ്ങൾ 36 മാർക്കെങ്കിലും ആയിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 36 മാർക്ക് ഇതിനും. ഇവിടെയും 36 മാർക്കാണ് കിട്ടിയെങ്കിൽ 36 തമ്മിൽ 72 മാർക്കിലധികം കിട്ടുന്ന കുട്ടികൾ ഒരു സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ +1 അപേക്ഷയ്ക്ക് പരിഗണിക്കപ്പെടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. ഈ ക്ലാസ്സിലെ അതിലും കൂടുതൽ വലിയൊരു മെച്ചം എന്താന്ന് പറഞ്ഞാൽ ഇനിയുള്ള 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കണക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 10ാം ക്ലാസ്സിൽ ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും NMS എഴുതുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും A+ കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ചോദിച്ചറിയാം. ഇനി NMSൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 36 അധികം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. പക്ഷേ ആർക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക? സ്കോളർഷിപ്പ് തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഏറ്റവും ഉയർന്ന മാർക്കാണ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ പ്രാവശ്യം 2023 കട്ട് ഓഫ് മാർക്ക് 133 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന്റെ അർത്ഥം 133-ലധികം കോഴിക്കോട് ജില്ലേന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റു ജില്ലക്കാരൊന്നും മോശക്കാരൊന്നല്ല. മറ്റു ജില്ലക്കാർ മലപ്പുറം ജില്ലയിൽ 136 ആണ്.
കണ്ണൂരും എനിക്ക് തോന്നുന്നത് 130 128 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ നല്ലോണം മത്സരിച്ച് പഠിച്ചു. അതിന്റെ അർത്ഥത്തിൽ കട്ട് ഓഫ് മാർക്ക് കൂടി. അപ്പൊ ഈ കോഴിക്കോടിലെ 133 മാർക്ക് കിട്ടുന്ന കുട്ടികൾ അതിലധികം കിട്ടുന്ന 345 കുട്ടികൾ വന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് 90+90 180 മനസ്സിൽ എപ്പോഴും കരുതിയിരിക്കുക, എനിക്കൊരു 170 160 150 മാർക്കെങ്കിലും കിട്ടുന്ന രീതിയിൽ ഞാൻ പരീക്ഷ എഴുതും എന്നൊരു ഉറച്ച തീരുമാനം ഇപ്പോഴേ എടുക്കുക. ആ തീരുമാനം എടുത്ത കുട്ടികളെല്ലാം ഒരു ലൈക്ക് തന്നെ. യെസ്, നിങ്ങൾക്ക് വേണ്ടി 2 കുട്ടികൾ മാത്രം ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചാൽ മതി ഞാൻ പറയുന്ന സമയത്ത്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. റെക്കോർഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് അയച്ചും തരുന്നുണ്ട്. ശരി, നമുക്ക് ഇനി സാറ്റിൽ വരുന്ന ഒരു ചോദ്യം, 1-2 ചോദ്യം പരിചയപ്പെട്ടതിന് ശേഷം, സാറ്റിൽ വരുന്ന 1-2 ചോദ്യം നമുക്ക് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇന്ന് വളരെ രസകരമായ മാറ്റിലെ 5 മാർക്ക് വാങ്ങി തരുന്ന കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലേക്ക് പോകാം. അത് ചില സ്കൂളിൽ നേരിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ ചോദ്യം എളുപ്പമാവും. പക്ഷെ അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ചോദ്യങ്ങൾ ഞാൻ തരുന്നുണ്ട്. റഷാൻ ഓക്കെ ആണോ? ധ്യാന ഓക്കെ അല്ലേ അവിടെ? ഓക്കെ ഓക്കെ. ഇപ്പൊ മഴയില്ലാന്ന് തോന്നുന്നു. ഇവിടെ മഴയില്ല. നിങ്ങൾക്ക് എന്താണ് സ്ഥിതി? എനിക്കറിയില്ല. എന്താണ് സ്ഥിതി? മഴയുണ്ട്. ഓക്കെ. യെസ്, USSന്റെ ക്ലാസ്സിൽ ഇന്നലെ ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. സാറ്റിൽ ഒരു വർഷം വന്നിരിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കൂ ഹോസ്റ്റ് ആയ ഒരു കുട്ടി. The difference between a 2-digit number and the number obtained by interchanging the position of its digits is 54. What is the difference between the digits? നല്ല ചോദ്യമാണ്. ഒരു 2 സംഖ്യയും അവയുടെ അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 54 സംഖ്യകളുടെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. മലയാളം മീഡിയക്കാർ മാത്രം. കാരണം ഞാനിവിടെ ഇത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ ഭാഗം ഞാൻ മയക്കുകയാണ്. അതുകൊണ്ട് മലയാളം മീഡിയം കുട്ടികൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. യെസ്, വാട്ട്സ് യുവർ ആൻസർ? 6. സൈറയുടെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം. ഈ 6 എന്ന് സെലക്ട് ചെയ്യാൻ എന്താണ് സൈറക്കുള്ള പ്രചോദനം? 54. ഒരു 2 അക്ക സംഖ്യയും ആ 2 അക്ക സംഖ്യയിലെ അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 54 ആണെങ്കിൽ ആ 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇനി ശ്രദ്ധിച്ചോളൂ, യഥാർത്ഥ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 54 തന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒരു 2 അക്ക സംഖ്യ എടുത്തു, ആ 2 അക്ക സംഖ്യ തിരിച്ചെഴുതി. ആ 2 അക്ക സംഖ്യ ആദ്യത്തെ വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ നമുക്ക് 54 കിട്ടി. ആ 54നെ ഉടനെ നിങ്ങൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 ആണ്. ആ 6 തന്നെയാണ് 7ന്ന് 1 കുറച്ചാൽ, അല്ലെങ്കിൽ 7ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 6 തന്നെയാണ്. ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. ഏതെങ്കിലും ഒരു കുട്ടി ഒരു 2 ഡിജിറ്റ് നമ്പർ പറയൂ. 23 ഞാൻ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 32 കിട്ടും. 32 മൈനസ് 23 എത്രയാണ്? 9. നിങ്ങൾ ഉടനെ ഈ 9 നിങ്ങളോട് പറയുന്നു ഒരു 2 അക്ക സംഖ്യയും ആ 2 അക്ക സംഖ്യ തിരിച്ചെഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 9 കിട്ടിയെങ്കിൽ ആ 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ ഈ 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1. ആ 1 തന്നെയാണ് 3ന്ന് 2 കുറച്ചാലും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? Yes or no? ധ്യാന ഒരു 2 അക്ക സംഖ്യ പറയൂ. ധ്യാന ഒരു 2 അക്ക സംഖ്യ കൂടി പറയൂ. ധ്യാന 36. ആ 36 ഇന്റർചേഞ്ച് ചെയ്താൽ എത്രയാണ് ധ്യാന? 63. 63 മൈനസ് 36 എത്രയാണ്?
27. 27. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു a 2-digit number, interchange the number, see the difference is 27. ഒരു രണ്ടക്ക സംഖ്യ തിരിച്ചും എഴുതുന്നു, അവ തമ്മിലുള്ള വ്യത്യാസം 27 ആണെങ്കിൽ ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ ഈ 27-നെ 9 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. 27-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 3. ആ 3 തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന 6-ന്ന് 3 കുറച്ചാലും കിട്ടുന്നത്. ശരിയല്ലേ? Yes, sir. അങ്ങനെയാണെങ്കിൽ ഈ 54-നെ ഞാൻ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4-നെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 6. 6. അപ്പോൾ സൈറ പറഞ്ഞ ആൻസർ ശരിയാണ്. സൈറ, യുവർ ആൻസർ ഈസ് കറക്റ്റ്. ഇങ്ങനെയാണ് അതിന്റെ എളുപ്പമാർഗം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ ഏതൊരു സംഖ്യ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാലും അതൊക്കെ 9-ന്റെ, ഈ 54 9-ന്റെ മൾട്ടിപ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ 45 9-ന്റെ മൾട്ടിപ്പിൾ ആണ്. 27 9-ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ സംഖ്യകൾക്കും എന്ത് പ്രത്യേകതയാണ് റഷാൻ ഉള്ളത്? 9-ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 9-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പ്രത്യേകത മനസ്സിലാക്കുക. ഇനി നമുക്ക് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഗ്രൂപ്പിലൂടെ അയച്ചു തന്ന നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ കാര്യം എടുത്തു വെക്കാം. കാരണം നല്ല മഴയായതുകൊണ്ട് നമുക്ക് സാറ്റർഡേയും ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയം അങ്ങ് പോകും. ഇത് തിരിച്ചിട്ടാണ് ഉള്ളതെങ്കിലും നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നോക്കാം. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ഞാൻ അയച്ചു തരും. നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇപ്പൊ അവിടെ ഇരുന്നിട്ട് പെൻസിലും സ്കെയിലും റെഡിങ് പേനയും കയ്യിലുണ്ടോ? ഇപ്പം നല്ല മഴ കഴിയുന്നത് വരെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഞാൻ തരാം. ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന എ മുതൽ എം വരെ ഒരു വരിയിലും എൻ മുതൽ പിന്നെ സെഡ് വരെ ഒരു വരിയിലും എഴുതുക. എഴുതുമ്പോൾ കൃത്യമായിട്ട് നോക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. ചോദ്യം അതിലുണ്ടത്. അതിൽ ഞാൻ PDF അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്ലിയർ ആകാത്ത കുട്ടികൾക്ക് അതിൽ നോക്കാം. ABCD എന്നിങ്ങനെ ക്രമത്തിൽ എഴുതുമ്പോൾ A1, B2, C3 ആ ക്രമത്തിൽ ഇതിങ്ങോട്ട് എഴുതിയിട്ട് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. എത്ര സമയം വേണം? ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വൃത്തിയിൽ വരച്ചിട്ട് ചെയ്യാം. മർക്കസിലെ കുട്ടികൾ അത് വരച്ചാന്ന് എനിക്ക് തോന്നുന്നു. ക്ലിയർ ആവുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ആ ഫിഗർ. സാറേ, മർക്കസിലുള്ള കുട്ടികളെ ഇനി വരയ്ക്കണോ? ശരി, വരയ്ക്കേണ്ട അവരെ കയ്യിലുണ്ടല്ലോ. അവര് ഞാൻ മറ്റവര് വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? മർക്കസിലെ ഒരു കുട്ടി ഒന്ന് മുന്നോട്ട് വരുമോ മറുപടി പറയാൻ വേണ്ടിട്ട്? ഇതിൽ നോക്കി പറഞ്ഞാൽ ചോദ്യം ഞാൻ തരും. ഒരു കുട്ടി പേര് പറയൂ. Okay, sir. Wahiba. Wahiba. Are you ready to answer my question? Yes. Yes. ഞാൻ എ എന്ന് പറയുമ്പോൾ എയുടെ നമ്പർ ഏതാന്ന് വാഹിബ പറയണം. മറ്റുള്ള കുട്ടികൾ വരയ്ക്കട്ടെ. വാഹിബ പറഞ്ഞോളൂ. A 1, B 2, C 3, D 4, E 5. ഇതില് ഏത് നമ്പർ ചോദിച്ചാലും എത്രാമത്താണെന്ന് വാഹിബക്ക് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നോക്കാതെ പറയാൻ പറ്റും എന്നാണ് ഞാൻ ചോദിച്ചത്. പറ്റുമോ? Yes, sir. യെസ്. ഒരു ശ്രമം നടത്തി നോക്കാം. നമുക്ക് ഇത് ഓർമ്മിക്കാനുള്ള ചില വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏതെല്ലാം അക്ഷരങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിൽ പതിയുന്നത്? പറയൂ. എയും ബിയും സിയും ഡിയും ഇയും എഫും വരെ നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റില്ലേ വാഹിബ? Yes. യെസ്. അപ്പോ വാഹിബ ഞാൻ പറയുന്നതിന് മറുപടി പറയാ. A to Z. A1, B2, സ്വച്ഛത്ത് പറയണേ. C 3, D 4, E 5, F 6, G 7, H. 8. ഈ H-ഉം 8-ഉം കൂടി ഓർക്കാൻ ഒരു വഴിയുണ്ട്. പറയാൻ പറ്റുമോ വാഹിബക്ക് എന്താന്ന്? ലൈസൻസ് എടുക്കുമ്പോ
എച്ച് എഴുതലും 8 എഴുതലൊക്കെ ഉണ്ട്. അപ്പോൾ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ബന്ധപ്പെട്ട നമ്പർ ആണെന്ന് ഓർമ്മ. യെസ്. അടുത്തത് ഐ. 9. ജെ. 10. ജെ. 10. ജെ. 10. അപ്പം ജ്യേഷ്ഠൻ എന്ന് ഓർമ്മിച്ചൂടെ? Yes. യെസ്. അപ്പോൾ ജെ പെട്ടെന്ന് മനസ്സിൽ പറയും ജ്യേഷ്ഠൻ. കെ. 11. കെ. 11. 11. കെ 11 എന്ന് ഓർമ്മിക്കാം. ഇങ്ങനെ ഓരോന്നിനും ഓരോന്നുണ്ട്. അപ്പൊ ക്ലാസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ടും പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ മാർക്ക് കിട്ടണമെങ്കിൽ ഇതിൽ ഓരോ ലെറ്ററും ഏത് നമ്പറിനെ കാണിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് 5ന്റെ മൾട്ടിപ്പിൾ നോക്കാം. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി നോക്കൂ. ഈ എത്രാമത്താണ്? 5. ഈ 5. ജെ. 10. ഓ, ഒന്ന് സൗണ്ട് ഉള്ള ഒരു കുട്ടി മുന്നോട്ട് വരൂ. ആ കുട്ടിയുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഓ. 15. ടി. 20. 20. വൈ. 25. അപ്പം ഇജോട്ടി എന്ന് ഓർമ്മിച്ച് വെക്കാം. ഇജോട്ടി. ഈ കുട്ടികളുടെ ഒരു കാര്യം പറയുന്നു. നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആ വിവരം ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണേ മുഹമ്മദ് റിഷാൻ. ഓക്കെ സാർ. 6 മണിക്ക് രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നല്ല മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിർത്തി വെക്കേണ്ടി വരും. എന്നാൽ സാരമില്ല, നാളെ രാവിലെ ഒന്നുണരുക, ക്ലാസ് കേൾക്കുക. ഓക്കെ. അപ്പൊ ഇജോട്ടി ഓർമ്മിച്ച് വെക്കാം. ഇനി 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? സൗണ്ട് വരുന്നില്ല. നിങ്ങൾ സൗണ്ട് ഇങ്ങോട്ട്, ഈ മുഹമ്മദ് റിഷാന്റെ സൗണ്ട് ഇങ്ങോട്ട് സൗണ്ട് വരുന്നില്ല. അത്രയും. CFILURUX. യു അല്ല, CFILO അല്ലേ? ഒന്നുകൂടി പറഞ്ഞേ. CFORUY. UY ആണ്, X ആണോ? എന്തായി പറയുന്നത്? ഒന്നുകൂടി റഷാൻ ആണെന്ന് വായിച്ചേ. ഇത് രണ്ടും ഇജോട്ടിയും വായിക്കുക, ഇതും വായിക്കുക. E5 J10 ആ രീതിയിൽ. E5 J10 O15 T20 Y25. മറ്റത് C3 F6 I9 L12 O15 R18 U21 X24. ഇതൊക്കെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. മറ്റത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്താം. അതുപോലെ എം എന്നത് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 3 ഒരു സാമ്യത കാണുന്നുണ്ട്. അതുപോലെ ഡബ്ല്യുവിന് ഒരു 3 സാമ്യത കാണുന്ന 23 വരുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സിൽ പറയാം. ഓക്കെ, ശരി. അപ്പം ഇതാണ് ഒരു രീതി. അടുത്തതിലേക്ക് പോകാം. ഇത് നിങ്ങൾ വരച്ചു കഴിഞ്ഞോ? ഇല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ വീട്ടിൽ നിന്ന് വരച്ചാൽ മതി. നമുക്ക് ചോദ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത ഫിഗറിലേക്ക് പോകാം. അടുത്ത ഫിഗർ ഇതാണ്. ഇതും നിങ്ങളുടെ രണ്ടാമതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കൊടുക്കൂ. ഏതൊക്കെയാണ് ജോഡികൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ A മുതൽ 13 എഴുതി, പിന്നെ നേരെ താഴോട്ടാണ് 14നെ ക്രമീകരിച്ചിരിക്കുന്നത്. A മുതൽ M വരെ മേലെ എഴുതിയിട്ട് പിന്നെ N നേരെ താഴെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അത് കാണുന്നുണ്ടോ നിങ്ങളുടെ നോട്ട് ബുക്കിൽ? അല്ല, ഗ്രൂപ്പില്. അപ്പൊ ആ ഗ്രൂപ്പിൽ നോക്കിയിട്ട് അതും കൂടി ഓർത്ത് വെക്കുക. എന്നിട്ട് അതും കൂടി വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ് ഓർ നോ? യെസ്. ഇനി മർക്കസ് ഗേൾസില് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുക. മർക്കസ് ഗേൾസിലെ ഒരു കുട്ടി ഒന്ന് മുന്നോട്ട് വരണം. ഒരു കുട്ടി നല്ല മൈക്കൊക്കെ നല്ല സൗണ്ട് ഉള്ള ഒരു കുട്ടി മുന്നോട്ട് വാ. പേര് പറയൂ. പേര് ഒച്ചത്ത് പറയും മോളെ, കേൾക്കുന്നില്ല. നൂറ ജാസ്മിൻ. ഫാത്തിമ. കേൾക്കാമോ? യെസ്.
നൂറ എയുടെ ജോഡി ആരാണ്? എക്ക് പറ്റുന്ന ജോഡി ലെറ്റർ ഏതാണ്? നൂറയോടാണ് എന്റെ ചോദ്യം. ആ മർക്കസ് ഗേൾസിൽ കുട്ടി മുന്നോട്ട് വരും. നൂറയോടാണ് എന്റെ ചോദ്യം. എയുടെ ജോഡി ആരാണ്? എക്സ് ആണോ സെഡ് ആണോ? പഠിക്കുന്നു. യെസ്. മൈക്ക് മ്യൂട്ട് ചെയ്യും. ധ്യാന, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ എയുടെ ജോഡിയായിട്ട് നമുക്ക് സെഡിനെ തിരഞ്ഞെടുക്കാം. അതിന് കാരണം A1ഉം Z 26 ഈ 1 + 26 എത്രയാണ്? 27. ഇനി ധ്യാന, ബിയുടെ ജോഡി ആരാണ്? Y. അപ്പോ ബി നമുക്ക് രണ്ടാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വൈയോ 25ാമത്തെ ലെറ്റർ ആണ്. അപ്പോ 25 + 2 27. ഇനി സിയുടെ ജോഡി ആരാണ്? എക്സ്. അപ്പൊ സി മൂന്നാമത്തെ ലെറ്റർ ആണ്. എക്സോ 24ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 3 + 24 that is 27. അപ്പം ഇവരെ ഓർമ്മിച്ച് വെക്കാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാം. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിരിക്കില്ല. നോട്ട്സ് ഞാൻ വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് തരാം. മർക്കസിലെ കുട്ടികളുടെ കയ്യിൽ അതുണ്ട്. ശരി, ബാക്കിയുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? അപ്പം ആദ്യത്തെ എ, അതിന്റെ ജോഡി സെഡ് ആണെന്ന് ഓർമ്മിക്കാം. ബി നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള മാർഗം ബോയ് എന്നാണ്. അപ്പൊ ബോയ്. ശരി, സിയോ ചെസ്റ്റ് എക്സ്റേ എന്ന് ഓർമ്മിച്ച് വെക്കാം. ഞാൻ നേരത്തെ മർക്കസിലെ ഒരു കുട്ടീനോട് മുന്നോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നൂറ, കേൾക്കാമോ? ഒന്ന് ഒച്ചത്ത് പറയണം മോളെ. സി ചെസ്റ്റ് എക്സ്റേ എന്ന് ഓർക്കാം. ഡി പറയൂ മോളെ. ഡ്യൂ, മൗണ്ടൻ ഡ്യൂ എന്ന തരത്തിൽ നമുക്ക് ഡ്യൂ എന്ന് ഓർമ്മിച്ചേക്കാം. ശരി, ഇനി ABCD E എന്ന് ഓർമ്മിച്ച് വെക്കാം. ശരി, ABCD E F FUN എന്നാണ്. ഓക്കെ, FEFG ഗോട്ട് എന്ന് ഓർമ്മിച്ച് വെക്കാം. പിന്നെ പിന്നെ ഏതാണ്? H ആണ്. H ഹൈസ്കൂൾ I IR ആണ്. അതിന്റെ ജോഡി അവിടെ നമുക്ക് 27 കിട്ടണമെങ്കിൽ ഇന്ത്യൻ റെയിൽവേ IR. യെസ്. IJ ഓർമ്മിച്ച് വെക്കാം. ജംഗിൾ ക്യൂൻ. ഇതൊക്കെ നോട്ട്സ് അയച്ചു തരും, പ്രശ്നമല്ല. KP ആണ്. കേരള പോലീസ്. ഓക്കെ, യെസ്. ഇനി KL എന്ന് ഓർമ്മിച്ച് വെക്കാം. യെസ്. ഓക്കെ, പിന്നെ അടുത്തത് MN മനോഹരൻ അല്ലെങ്കിൽ മേൻ എന്നൊക്കെ ഓർമ്മിച്ച് വെക്കാം. ശരി, ധ്യാന, കേൾക്കാമോ പറയുന്നത്? കേൾക്കാം സർ. യെസ്. ഇവിടെ ഈ ഒരു ബന്ധം മനസ്സിലാക്കി വെക്കണം. A to Z, ബോയ്, ചെസ്റ്റ് എക്സ്റേ, മൗണ്ടൻ ഡ്യൂ, എവരി, ഫൺ, ഗോട്ട്, ഹൈസ്കൂൾ, ഇന്ത്യൻ റെയിൽവേ, ജംഗിൾ ക്വീൻ, കേരള പോലീസ്, ലവ്, മനോഹരൻ ഓർ മേൻ. ഇതൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ മുകുന്ദൻ എന്നൊക്കെ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാറുണ്ട്. ഇതൊന്ന് പറഞ്ഞു വെക്കുവോ ധ്യാന? പേരല്ലേ പറഞ്ഞെടുക്കണ്ടേ? AZ BY എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സർ. AZ BY CX DW EV FN GT HS IR JQ KP LO
MN. ഓക്കെ, ശരി. ഇനി പലതരം കോഡിംഗ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏതൊക്കെ രീതിയിലാണ് പ്രധാനമായിട്ടും കോഡിങ്ങിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾക്ക് ഒരു ചോദ്യത്തിൽ തുടങ്ങാം. ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് മുന്നോട്ടുള്ള കോഡിംഗ്, ഫോർവേഡ് കോഡിംഗ് എന്നാണ് ആദ്യത്തേത് വരുന്നത്. നോട്ട്സ് അയച്ചിരുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ചോദ്യം എഴുതുമ്പോൾ, നോട്ട് ബുക്ക് എഴുതുമ്പോൾ അതിനാണ് ഞാൻ കളർ പേന ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം ചോദ്യം ഇങ്ങനെ എഴുതിയെടുക്കാം. നീല മഷിയോ കറുപ്പ് മഷിയോ ഉള്ള പേന കൊണ്ട് ചോദ്യം ഇങ്ങനെ വരുന്നു. മേൻ എന്നതിന്റെ കോഡിങ് NBO ആണ്. ചോദ്യം പരീക്ഷിച്ചത് ഇങ്ങനെയാണ്: വുമൺ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ്. XPNBO. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ശ്രദ്ധിക്കുക. നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. നിങ്ങള് നോട്ട്ബുക്കിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളി വരയ്ക്കുക. ഈ ആൻസറിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പെട്ടി വരയ്ക്കുക. അതില് ആദ്യത്തെ ചോദ്യം ഇങ്ങനെ എഴുതുന്നു: MAN. അതിന്റെ ചോദ്യം ഇവിടെ എഴുതുക. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വുമൺ. ഇതിങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സൂചന NBO ആണെങ്കിൽ ഇവിടെ ഈ സൂചനക്കനുസരിച്ച് ആൻസർ ഈ കള്ളിയിലേക്ക് എഴുതാം. നോട്ട്ബുക്കിൽ അങ്ങനെയാണ് എഴുതേണ്ടത്. മേലെ കറുപ്പോ നീലോ മഷി ഉപയോഗിക്കുന്നു. ഇതിവിടെ താഴെ നിങ്ങൾക്ക് റെഡ് ഇങ്ക് ഉപയോഗിക്കാം. M കഴിഞ്ഞ് തൊട്ടടുത്ത അക്ഷരമാണ് N. A കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അക്ഷരമാണ് B. N കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അക്ഷരമാണ് NO. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേർത്തിരിക്കുന്ന കോഡിങ്ങിന്റെ കാര്യം +1 ആണ്. MNABNO. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ കുട്ടി മുന്നോട്ട് വരിക. ഇത് കേൾക്കാത്തൊരു കുട്ടിയാണ് വരേണ്ടത്. മറ്റുള്ള കുട്ടികൾക്ക് അറിയാവുന്ന കുട്ടികൾ പറയണ്ട. ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ട് W കഴിഞ്ഞാൽ ഞാൻ ഏത് എഴുതണം? X. ഓക്കെ, W കഴിഞ്ഞ X എഴുതി. യെസ്, അത് റെഡിയായി. അടുത്തത് O. അപ്പോൾ നമ്മുടെ ആൻസർ ആയി. ആ ആൻസർ നിങ്ങൾക്ക് റെഡ് ഇങ്ക് കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യാം. XPNBO എന്ന് എഴുതിയിട്ട് 2 വര വരച്ചു കൊടുത്താൽ മതി. ഇതാണ് നോട്ട്ബുക്കിൽ എഴുതേണ്ട രീതി. ഈ കള്ളികളൊക്കെ വൃത്തിയായിട്ട് വരയ്ക്കുക. നോട്ട്ബുക്ക് കണ്ടാൽ നല്ല ഭംഗിയും വേണം. ഇത് മനസ്സിലാകാത്തവർ ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ പറയാം. ഇല്ല. അപ്പൊ മുഹമ്മദ് റഷാൻ, ഇത് ഓക്കെയാണോ? യെസ്, ഓക്കെയാണ്. അപ്പൊ ഇനി ഞാൻ അടുത്ത കോഡിങ്ങിന്റെ എക്സാമ്പിൾ പറയുകയാണ്. ആ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും ചെയ്യുക. മർക്കസ് ഗേൾസിലെ കുട്ടികൾ അന്ന് വരാത്ത കുട്ടികൾക്ക്, മനസ്സിലാകാത്ത കുട്ടികൾക്ക് ഇത് ശ്രദ്ധിക്കാം. അവര് ഒന്നുകൂടി ഇത് കേട്ടോട്ടെ. ഇതിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ തരുന്നു, എഴുതി വെക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സിസ്റ്റർ എന്നതിന്റെ കോഡിംഗ് RHRSDQ ആണ് എങ്കിൽ ബ്രദർ എങ്ങനെ കോഡ് ചെയ്യാം? നേരത്തെ പറഞ്ഞ രീതിയിൽ എഴുതുക. നോട്ട്ബുക്കിൽ ശ്രദ്ധിക്കുക. പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഉത്തരം കിട്ടിയെങ്കിൽ പറയാം. AQNSDQ. പറയൂ, എങ്ങനെ ബ്രദർ എങ്ങനെയാ കോഡ് ചെയ്തിരിക്കുന്നത്? AQNSDQ. AQ
NSGDQ. S GDQ. D Q ആണ്. എങ്ങനെയാണ് നമ്മളെ കിട്ടിയത്? എന്തുകൊണ്ടാണ് കിട്ടിയത് പറയൂ. പിന്നോട്ടുള്ള കോഡിംഗ് ആണ്. പിന്നോട്ടുള്ള കോഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ RS ആണ്, ഇങ്ങനെയാണ്. അതുപോലെ HI ഈ രീതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നോട്ടുള്ള കോഡിംഗ് ആണ്, ഒന്ന് പുറകോട്ട് പോയതാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? -1 -1 എന്ന് കൊടുക്കാം. ഇത് എത്ര കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റഷാൻ? സാർ ഇപ്പൊ 80ഓളം കുട്ടികളുണ്ട്. 80ഓളം കുട്ടികളുണ്ട്. വെരി ഗുഡ്. അവിടെ ബാക്ക്വേർഡ് കോഡിംഗ് ഒരു കുട്ടി എഴുതി കാണിച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അപ്പം നന്നായിട്ടുണ്ട്. അപ്പം ഇത് ബാക്ക്വേർഡ് കോഡിംഗ് ആണ്, പിന്നോട്ടുള്ള കോഡിംഗ് ആണ്. യെസ് റഷാൻ, ഈ കാര്യം മനസ്സിലായോ? യെസ് സാർ. ഇത് പിന്നോട്ടുള്ള കോഡിംഗ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം റഷാൻ എല്ലാവർക്കും വേണ്ടി മറുപടി പറയാൻ തയ്യാറായിക്കോളൂ. അടുത്ത ചോദ്യം എന്താണെന്ന് അതിനുശേഷം കുട്ടികൾ ടൈപ്പ് ചെയ്താൽ മതി. അറിയാവുന്ന കുട്ടികൾ ഒരു കുട്ടിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അത് മൂന്നാമത്തെ ചോദ്യമാണ്, മൂന്നാമത്തെ ടൈപ്പാണ്. അപ്പൊ ഓരോ ടൈപ്പിനും ചോദ്യം മാത്രമേ തരുന്നുള്ളൂ. നെയിം, ഞാനിപ്പോ ഒരേ മെഷീനെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെയിം എന്നത് കോഡ് ചെയ്തിരിക്കുന്നത് OZND ആണ്. എങ്കിൽ ക്ലാസ് എങ്ങനെ കോഡ് ചെയ്യാം? എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. നെയിം എന്നതിന്റെ കോഡിംഗ് ആണ് OZND. അടുക്ക് മുമ്പ് കേട്ട കുട്ടി പറയരുതേ, പുതായിട്ട് കുട്ടികളാ പറയേണ്ടത്. എന്നാലാണ് കുട്ടികൾക്ക് മനസ്സിലാവാൻ പറ്റില്ല. കുട്ടികൾക്ക് ഈ കോഡിങ് മുന്നിലേക്കും പിന്നിലേക്കുമുള്ള കോഡിംഗ് ആണ്, രണ്ട് ഭാഗത്തേക്കും പോകുന്നുണ്ട്. അത് നിങ്ങൾ അറിയണമെങ്കിൽ ഇതിന്റെ ചോട്ടിൽ വേറൊരു കളർ കൊണ്ട്, അതാ നേരത്തെ പറഞ്ഞ എന്നിവിടെ O എഴുതി, അതുപോലെ Z എഴുതി, ഇവിടെ N എഴുതി, D എഴുതി. എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് പറയാം. MNO അങ്ങനെയാണെങ്കിൽ C കഴിഞ്ഞാൽ ആര് വരണം? D വരണം. വേണ്ടേ മുഹമ്മദ് റഷാൻ? യെസ് സാർ. യെസ്. അപ്പൊ ഇവിടെ ഞാൻ Lന്റെ ചോട്ടിൽ എന്താ എഴുതേണ്ടത്? സാർ K. ആർക്കറിയാം? K ആണ്. ഇനി Aയുടെ ചോട്ടിൽ ഞാൻ എന്ത് എഴുതണം? B. ഇനി Sന്റെ ചോട്ടിൽ എന്ത് എഴുതണം? സാർ T. R ആണ്. നേരെ തിരിച്ചാ വേണ്ടത് റഷാൻ. RS ഉണ്ടോ? CD KL AB RS. അടുത്തത് T. ഇതിപ്പോ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇതാന്നിക്കോളൂ, വേഗം മനസ്സിലാവും. CD KL AB RS ST. അപ്പൊ ആദ്യം സംഭവിച്ച എന്താണ് പറയൂ? പ്ലസ് -1 +1 -1 +1 ഈ ക്രമത്തിലാണ് പോയിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. യെസ് ഓർ നോ? യെസ് സാർ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു റെസ്റ്റ് വേണോ? 5 മിനിറ്റ് വേണോ? വേണ്ടിയോ? വേണ്ട, മുന്നോട്ട് പോകാം. വേണ്ട, മുന്നോട്ട് പോകാം. ഓക്കെ മുന്നോട്ട് പോകാം. യെസ്. അടുത്ത ചോദ്യം നോട്ട് ചെയ്തോളൂ. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം കണ്ണാടി പ്രതിബിംബ കോഡിംഗ് എന്നാണ് അതിന്റെ പേര് തന്നെ. മിറർ ഇമേജ് ആണ്. മിറർ കോഡിംഗ്. ശരി. അവിടെ നോക്കിക്കോളൂ. മെന്റൽ എന്നതിന്റെ കോഡിംഗ് നിങ്ങളുടെ തന്നിരിക്കുന്നത്, മെന്റൽ എന്നതിന്റെ കോഡിംഗ് കൊടുക്കുന്നത് LATNEM ആണ്. എങ്കിൽ ഒരു മിനിറ്റ്, എല്ലാവരും വിളിച്ചു പറയല്ലേ. എങ്കിൽ അടുത്തത് എബിലിറ്റി എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ്. പറയും. തിരിച്ചെഴുതിയാ മതി. ഒക്കെ തിരിച്ചിങ്ങോട്ട് എഴുതിയാൽ മതി. എബിലിറ്റി Y ആദ്യം എഴുതണം, T എഴുതണം, I എഴുതണം, L എഴുതണം, I എഴുതണം, B എഴുതണം, A എഴുതണം. അപ്പൊ ഇങ്ങനെ വരും. അപ്പം ഈ കോഡിങ്ങിനാണ് നമ്മൾ മിറർ ഇമേജ് കോഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന ഒരു മോഡലാണ്. അത് പരിചയപ്പെടുത്തരാം. നോക്കിക്കോളൂ. പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ഒരു മോഡൽ, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോ മർക്കസ് ഗേൾസിലെ കുട്ടികള് ശ്രദ്ധിക്കുക. അവർക്ക് ക്ലാസ്സിൽ തരാത്ത ചോദ്യങ്ങളാണ്
ഇനി വരാൻ പോകുന്നത്. ആ ചോദ്യങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ശരി, അടുത്ത ചോദ്യം ഇതാണ്. അല്ല, എക്സാമ്പിൾ കൊടുക്കുകയാണ്. 5ാമത്തെ എക്സാമ്പിൾ ആണ്. ഇതെന്താണ് റഷാൻ വായിക്കുക? സർ ഗ്രേറ്റ്. ഗ്രേറ്റ്. അതിന്റെ കോഡിങ് കൊടുത്തിരിക്കുന്നത് TIVZG ആണ്. എങ്കിൽ ഇത് മർക്കസ് ഗേൾസിലെ കുട്ടിക്ക് തന്നതാണ്. അവരിപ്പം പറയുന്നത്. പക്ഷെ അവർക്ക് വരാവുന്ന ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. അവർക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അവരിപ്പോ തൽക്കാലം ശ്രദ്ധിച്ചാട്ട് ഇരുന്നാൽ മതി. ഒന്നുകൂടി പഠിക്കാം. ശരി, ബെസ്റ്റ് എങ്ങനെ കോഡ് ചെയ്യാം? ധ്യാന. YVHG. VHG. എങ്ങനെയാ കിട്ടിയത്? അത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ആണ്. എങ്ങനെ? അതിന്റെ കോഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജിയും ടിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ ഐയും ആറുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ ഇയും ബി ആയിട്ട് കണക്ട് ചെയ്തു. എയും സെഡ് ആയിട്ട് കണക്ട് ചെയ്തു. ടിയും ജി ആയിട്ട് കണക്ട് ചെയ്തു. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അക്ഷരമാല ആരോഹണ അവരോഹണ കോഡിംഗ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത 6ാമത്തെ ചോദ്യം കൂടി നോക്കാം. 6ാമത്തെ സംഭവം നോക്കാം. HEAD. അതിന്റെ കോഡിങ് EHDA ആണ്. എങ്കിൽ ഡേഞ്ചർ എങ്ങനെ കോഡ് ചെയ്യാം? മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഡേഞ്ചർ എങ്ങനെ കോഡ് ചെയ്യാം? ചെയ്തിരിക്കുന്നത് ഇയും എച്ചും കൂടി തിരിച്ചെഴുതിയതാണ്. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് മ്യൂട്ട് ചെയ്യേ. ആരാണ് മൈക്ക് ഓൺ ചെയ്ത് വെച്ചത്? ആരാണ് നോക്കൂ. ആരാണ്? റുക്കിയ. മൈക്ക് മ്യൂട്ട് ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. എച്ചും ഇയും കൂടിയാണ് തിരിച്ചിട്ടത്. എയും ഡിയും തിരിച്ചിട്ടാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഡിയും എയും തിരിച്ചെഴുതുന്നു, എന്നും ജിയും തിരിച്ചെഴുതുന്നു, ഇയും ആറും തിരിച്ചെഴുതുന്നു. ഇങ്ങനെ റീപ്ലേസ് കോഡിംഗ് എന്ന സംഭവം. യെസ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഹലോ, മൈക്ക് മ്യൂട്ട് ചെയ്തോ നിങ്ങള്? എക്സ്ക്യൂസ് മീ സർ. യെസ്, പറയൂ. സർ, ഇതിന് മുന്നേ ഗ്രേറ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തില്ലേ? 4th ക്വസ്റ്റ്യൻ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? മനസ്സിലായില്ല. പേര് ധ്യാന. അതായത് ഇവിടെ ജി അല്ലേ വന്നിരിക്കുന്നത്? അല്ലേ? ഇത് ജി ആണ്. അപ്പൊ ജിക്ക് ഇവിടെ ടി അല്ലേ കൊടുത്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഇതാരാണ് മൈക്ക് ഓൺ ചെയ്ത് വെച്ചത്? ഓ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. യെസ്. ഞാൻ ജി എന്നത് നമ്മൾ എഴുതുമ്പോൾ ജി, അത് നമ്മൾ ജിയും ടി ആയിട്ടുള്ള കണക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ? അതെ. അപ്പൊ ജി എത്രാമത്തെ ലെറ്റർ ആണ്? 7th. ടിയോ? 20th. അപ്പം 7 + 20 എത്രയാണ്? 27. ഇനി ആർ, അതിനെ തൊട്ട ആൾ കൊടുത്തിരിക്കുന്ന ഐ ആണ്. ആർ എത്രാമത്തെ ലെറ്റർ ആണ്? 18ാമത്തേത്. 18ാമത്താണ്. അയ്യോ? 9ാമത്തേത്. 9. 18 9 കൂടി കൂട്ടിയാൽ എത്രയാണ്? 27. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ സർ, മനസ്സിലായി. ഓക്കെ, ശരി. വേഗം കഴിയും, നോക്കിയാൽ ഒന്ന് മനസ്സിലാവും. ഇനി ഇതില് ഈ വിഭാഗത്തിൽ വരുന്ന ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇത്ര എളുപ്പമുള്ളതൊന്നും ചോദിക്കുന്നു വിചാരിക്കണ്ട. കഴിഞ്ഞ വർഷത്തെ ചോദ്യം എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം. നമ്പർ കോഡിംഗ് ആണ്. നമുക്ക് നമ്പർ എങ്ങനെയാ, സംഖ്യാ കോഡിംഗ് എങ്ങനെയാ എഴുതാൻ നോക്കാം. സംഖ്യാ കോഡിംഗ്. ഇന്ത്യ എന്നതിന് ഒരു നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. 904. മൈക്ക് മ്യൂട്ട് ചെയ്യേ. മൈക്ക് ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കില്ല. നിങ്ങൾ എന്തിനാ മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുന്നത്?
ഇങ്ങനെയാണെങ്കിൽ കേരള എങ്ങനെ കോഡ് ചെയ്യാം? 11, 5, 18, 1, 12, 1. ആ പറഞ്ഞ കുട്ടി ഇതിന്റെ മറുപടിയും പറയണം. 11, 5, 18, 1, 1, 2, 1 ആണോ? ഇതാണ്. എങ്ങനെയാണ് ഇത് പറയുമ്പോളെ എങ്ങനെയാ കിട്ടിയെന്ന് പറയൂ. കെന്റെ സ്ഥാനത്താണ് 11. ഐ എങ്ങനെ 9 ആയി? ഐന്റെ സ്ഥാനത്താണ് 9 ഉള്ളത്. 9 ഉള്ളത്. ശരി. എൻ എങ്ങനെ കൊടുത്തു? എൻ തന്നെയാണ് 14. 14 ആണ്. ഓക്കെ. ഡി എത്രാമത്താണ്? എങ്ങനെ? ഡി 4. ഓക്കെ. ഐ 9. പിന്നെയോ എ അങ്ങനെ വരുമ്പോൾ ഇവിടെ കെ നമ്മൾ എത്ര കൊടുക്കണം? 11th. നമ്മൾ പറഞ്ഞു കിളവൻ എന്ന് പറഞ്ഞു, അപ്പൊ 11 കൊടുത്തു. ഇ എത്രാമത്തെ കൊടുത്തു? 5. ആർ എത്രാമത്തെ കൊടുത്തു? 18 കൊടുത്തു. 18. കൊടുത്തു. എൽ എത്ര കൊടുത്തു? 11. 11. എ എത്ര കൊടുത്തു? കൊടുത്തു. അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട വരുന്ന ചോദ്യങ്ങളൊക്കെ അത്ര ഈസി ആവുമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ തരികയാണ്, ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ. നമുക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ഞാൻ തരാൻ പോവുകയാണ്. ഓക്കെ ആണോ എല്ലാവരും? റിഷാൻ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ. യെസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്, ശ്രദ്ധിക്കുക. എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. ഒരു കുട്ടി മാത്രം ഒന്ന് മുന്നോട്ട് വന്ന് കാര്യം പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്. ഫയർ എന്നതിന്റെ കോഡിംഗ് നിങ്ങൾക്ക് തരികയാണ്. DGPC. ചോദ്യം ഇതാണ്, എങ്കിൽ ഷോർട്ട് എങ്ങനെ കോഡ് ചെയ്യാം? ടൈപ്പ് ചെയ്തോളൂ. UFMR. യെസ്. ഒരു ധ്യാന ഒന്ന് മുന്നോട്ട് വരൂ. എന്താണ് ഷോർട്ട് കോഡ് കൊടുത്തിരിക്കുന്നത്? QFMR. എന്തുകൊണ്ടാണത്? ബാക്ക്വേർഡ് ഓൾട്ടർനേറ്റീവ്. ബാക്ക്വേർഡിൽ 2 എണ്ണം. അതായത് -2 ആണ് കൊടുത്തിരിക്കുന്നത്. -2 പിന്നെ എല്ലാം -2 ആണ് അല്ലെ? അങ്ങനെയാണോ? ശരി, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. യെസ്, മർക്കസ് ഗേൾസിലെ കുട്ടികൾ അവസാനം ഒന്ന് ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. മറ്റു കുട്ടികൾക്ക് ഇത് പറയാനാവും നോക്കട്ടെ. ഓക്കെ അല്ലേ മർക്കസ് ഗേൾസ്? സ്വന്തം ഉത്തരം കണ്ടെത്തട്ടെ, നമുക്ക് നോക്കാം. മുഹമ്മദ് റഷാൻ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. കാർ 22, ബസ് 42 എങ്കിൽ ഓട്ടോ എത്രയാണ്? ധ്യാന ചോദ്യം ഒന്ന് വായിച്ച ധ്യാന. കാർ ഈക്വൽസ് 22, ബസ് ഈക്വൽ 42. വാട്ട് ഇസ് ഓട്ടോ?
ഓക്കെ, മർക്കസ് ഗേൾസിലെ കുട്ടികൾക്ക് ആൻസർ ടൈപ്പ് ചെയ്യാം. 57. 57 ആണ്. ധ്യാന, എങ്ങനെയാ കിട്ടിയെന്ന് അറിയോ 57 കിട്ടിയത്? അതിന്റെ സി നമ്പർ 3 ആണ്, എ 1 ആണ്, ആർ 18 ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 22 ആണ്. ആ ക്രമത്തിൽ നോക്കുമ്പോൾ ഓട്ടോയിലും എ 1, യു എത്രാമത്തെ അക്ഷരാണ് ധ്യാന? ധ്യാന, യു എത്രാമത്തെ അക്ഷരാണ്? 21. ഓക്കെ. ടിയോ? 20. ഓ, കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 57. മുഹമ്മദ് റഷാൻ, സംഭവം മനസ്സിലായോ? യെസ് സാർ. യെസ്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാകാത്തവരുണ്ടോന്ന് പറയണേ. ശരി, മനസ്സിലാകാത്ത കുട്ടികളുടെ ഒന്ന് പറയണം. യെസ്, അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. നാളെ രാവിലെ ഉള്ള ക്ലാസ്സിൽ നമ്മളൊരു വേറെ ടോപ്പിക്കാണ് എടുക്കുക. ഇതിന്റെ ചോദ്യങ്ങൾ വേറെ വരും, അതിന്റെ ക്ലാസ്സുകൾ ഒന്ന് ഇടപെട്ട് തരും. നാളെ രാവിലെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ്, ആദ്യത്തെ 30 സ്ക്വയർ നമ്പേഴ്സ് മനസ്സിലാക്കി വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നാളത്തെ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടും. ശ്രദ്ധിക്കുക. ഈ അടുത്ത ചോദ്യം ഇതാണ്. മുഹമ്മദ് റഷാൻ ഉത്തരം പറയാൻ തയ്യാറായിക്കോളൂ. മറ്റുള്ള കുട്ടികൾ അവസാനം ടൈപ്പ് ചെയ്യൂ. ഇപ്പൊ ഒരു ഉത്തരം ടൈപ്പ് ചെയ്യില്ല. മേൻ 56 ആണ്. ബോയ് 84 ആണ്. അപ്പൊ ഗേൾ എത്രയാണ്? റഷാൻ. സാർ ഒരു മിനിറ്റ്. ആ, സാറേ ബോക്സ് ആണ് 84. ഓ, ബോക്സ് ആണ് 84, ബോയ് അല്ല. ബോക്സ് ആണ് 84. അപ്പം നോക്കട്ടെ, ഇവർ ഉത്തരം പറയട്ടെ, നമുക്ക് നോക്കാം. സാർ 92. 92 ആണ്. എങ്ങനെയാ കിട്ടുന്നത്? ഈ എം എത്രാമത്തെ അക്ഷരാണ്? 13. 13. എ 1. 1. എൻ 14. 14. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 28. 28ന്റെ ഡബിൾ എത്രയാണ്? 56. ഓക്കെ. ഇനി ബി എത്രാമത്തെ അക്ഷരാണ്? 2. ഓ 25. 15. ഓ 15. 25. ഓ 25. ആരെ 25? 15. യെസ്. വൈ 25. 20. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 42. 42. ഈ 42ന്റെ ഡബിൾ എത്രയാണ്? 84. 84. പിന്നെ നേരത്തെ ഏതൊരു കുട്ടി പറഞ്ഞത് ബോക്സ് ആണെന്ന് പറഞ്ഞത് എന്താ? എനിക്ക് മനസ്സിലായില്ല. ശരി, അങ്ങനെയാകുമ്പോൾ ഗേളിലെ ലെറ്റേഴ്സ് ഒക്കെ കൂട്ടി നോക്കിയിട്ട് അതിന്റെ ഡബിൾ ആയിരിക്കണം എന്ത്? 92. ഇത് ക്ലിയർ ആയോ? യെസ് സാർ. യെസ് യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഏതാണ് നിങ്ങൾക്ക് തരേണ്ടത് നോക്കട്ടെ. ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യം തന്നെ തരാം. സിഗ്നൽ GISLAN ആണ് എങ്കിൽ നേച്ചർ എങ്ങനെ കോഡ് ചെയ്യാം? യെസ്, പറയൂ. ധ്യാന ഒന്ന് പറയൂ മറുപടി. സർ കണ്ടുപിടിച്ചിട്ടില്ല. സാർ ആ, TANERU. എങ്ങനെ? TANERU. എങ്ങനെയാ കിട്ടുന്നത്? പറയൂ. സാർ അത് നേച്ചറിന്റെ T ആണ്. അല്ല, ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. SIGIS ആയി അല്ലേ? യെസ് സാർ.
NAL തിരിച്ചിട്ടപ്പോൾ LAN ആയി അല്ലേ? LAN. Yes, sir. അങ്ങനെ ഇത് 3 ഇത് തിരിച്ചിട്ടാണ് അല്ലേ? Yes, sir. യെസ്, അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് പുതിയ 2-3 ചോദ്യം നോക്കാം. പുതിയ 2-3 ചോദ്യം. ഈ ഇതുവരെ മനസ്സിലാക്കുന്നുണ്ടോ? No, sir. ഏതാണ് മനസ്സിലാകാത്തത്? ഇതുവരെ എടുത്തതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഏതെങ്കിലും ഉണ്ടോ? സാർ ഇത് മനസ്സിലായില്ല. ഇത് മനസ്സിലായില്ല. അപ്പോ ധ്യാനക്ക് മനസ്സിലായത്? സർ മനസ്സിലായി. പറഞ്ഞു കൊടുക്കും എങ്ങനെയാ കിട്ടുന്നത്. ഓക്കെ സർ. ഈ സിഗ്നൽ എന്നുള്ള ഈ വേർഡ് SIGയും NALും 2ആയി തിരിച്ചു. അപ്പം SIG എന്നുള്ള 3 വാക്ക് നമ്മൾ നേരെ തിരിച്ചിട്ടപ്പം GISI. അതാണ് നമ്മൾ കോഡിങ്ങിൽ കണ്ട ഫസ്റ്റ് GIS. അത് കഴിഞ്ഞിട്ട് വരുന്ന NAL തിരിച്ചിട്ടത് LAN ആയി. അപ്പം നമ്മൾ കോഡിങ്ങിൽ വന്ന LAN. അത് മുഴുവനായിട്ടുള്ളതാണ് GIS LAN. അതുപോലെ തന്നെയാണ് നേച്ചറും വന്നിരിക്കുന്നത്. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ആയ NAT തിരിച്ചിട്ടു TAN ആയി. പിന്നെ വരുന്ന 3 ലെറ്റേഴ്സ് ആയ URE തിരിച്ചിട്ട് RERU ആയി. എല്ലാം കൂടി ഒന്നിച്ച് എഴുതിയപ്പം TANERU എന്നതായി. മനസ്സിലായോ? മോക്ക് മനസ്സിലായോ പറഞ്ഞത്? യെസ് ഓർ നോ? സംശയം ചോദിച്ച കുട്ടിക്ക് മനസ്സിലായോ? ഓ മനസ്സിലായി സാറേ. എന്നാ പിന്നെ അന്ന് യെസ് പറയണ്ടേ? ആ കുട്ടിക്ക് ഒരു ലൈക്കെല്ലാം കൊടുക്കണ്ടേ പറഞ്ഞു തന്ന കുട്ടിക്ക്? അങ്ങനല്ലേ? വേണ്ടേ? വേണം. ശരി, അടുത്ത ചോദ്യം. A1 ആണെങ്കിൽ ലേറ്റ് LAT ലേറ്റ് 38 ആണെങ്കിൽ ബോസ് എന്തായിരിക്കും? ആൻസർ ടൈപ്പ് ചെയ്താൽ മതി, വിളിച്ചു പറയണ്ട. ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുക മുഹമ്മദ് റഷാൻ. A is equal to 1. LATE is equal to 38. BOSS is equal to what? ചോദ്യം എന്താണ്? ചോദ്യം എന്താണ്? എന്താ കണ്ടുപിടിക്കേണ്ടത്? സാറേ ബോസ് എത്രയാണ്? ബോസ് എത്രയാന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച ആരെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കൂ. ഇല്ല സാറേ. ആർക്കും കിട്ടിയില്ല. അപ്പൊ മർക്കസിലെ കുട്ടികൾക്ക് ആ ചോദ്യം കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്നുകൂടി ഒന്ന് നോക്ക്. 55 എങ്ങനെയാ കിട്ടിയെന്ന് പറയാമോ? കിട്ടിയിട്ടില്ല ഈ ക്വസ്റ്റ്യൻ. കിട്ടട്ടെ. യെസ്, 55 ആണ്. എങ്ങനെ കിട്ടിയെന്ന് കൂടി പറഞ്ഞാൽ റെഡിയായി. പറയൂ, എങ്ങനെ കിട്ടി? അതിന്റെ ഓരോ ഓരോ ലെറ്റർ. ശരി, എങ്ങനെ പറയൂ? L എത്രയാണ്? 12 ആണ്. A എത്രയാണ്? 1. T എത്രയാണ്? 20. 20. E എത്രയാണ്? 5. ഇതെല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും? 38. അങ്ങനെയാണെങ്കിൽ ബോസിനെ നിങ്ങൾക്ക് നിർവഹിച്ചൂടെ? അതിന് പ്രയാസമുണ്ടോ? ഇല്ല. അപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഒരു ചോദ്യം ഞാൻ തരികയാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ വെച്ച് പറയാനാകും എന്നെനിക്ക് തോന്നുന്നില്ല. ചോദ്യം പറയാനായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹോംവർക്ക് ആയിട്ട് എടുക്കാം. ഈ ഹോംവർക്കിന്റെ ആൻസർ കിട്ടിയ കുട്ടികൾ പെട്ടെന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കമന്റ് ചെയ്യണം. ആ ചോദ്യമാണ് ഇന്ന് തരുന്നത്. എന്തായാലും നാളെ രാവിലെ നമുക്ക് ക്ലാസ്സുള്ളതുകൊണ്ട് കൂടുതൽ ഇതിന്റെ ചോദ്യങ്ങൾ നമുക്ക് നാളെ പരിചയപ്പെടാൻ ഒരു ചോദ്യം തരികയാണ്. ആ ചോദ്യം നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വേർഡ്സ് ഞാൻ ഇതില് വേർഡ് കൊടുത്തുകൊണ്ട് പറയിപ്പിച്ചാണ്. തെറ്റുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം.
If the words formed by the letters of the word, ആ വേർഡ് അവിടെ എഴുതാം ചുവന്ന വശമുണ്ട്, ROSE. If the word formed by the letters of the, if the words formed by the letters of the word rose, ROSE, are arranged as a dictionary, what is the position of the word SERO എന്നാണ് ഉദ്ദേശിച്ചത്. അതിന് പ്രത്യേക അർത്ഥമൊന്നും വേണമെന്നില്ല. SERO. മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നോട്ട് ചെയ്ത് വെക്കാം. ശ്രദ്ധിക്കുക. റോസ് ROSE എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വാക്കുകൾ ഒരു നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ, നിങ്ങൾക്കറിയാലോ നിഘണ്ടുവിൽ ആദ്യം ഏതാണ് വരിക, രണ്ടാമത് ഏതാ വരിക ലെറ്റർ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ക്രമീകരിച്ചാൽ എത്രാമത്തെ വാക്കായിരിക്കും SERO എന്ന വാക്ക് വരിക എന്നാണ് ചോദ്യം. ഒന്നുകൂടി ആവർത്തിക്കുന്നു. മലയാളത്തിൽ ROSE എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വാക്കുകൾ ഒരു നിഘണ്ടുവിനെ പോലെ ക്രമീകരിച്ചാൽ SERO എന്ന വാക്ക് എത്രാമത്തെ വാക്കായിരിക്കും നിഘണ്ടുവിൽ കാണുക? ഓപ്ഷൻസ് ആർ 20, 22, 21 and 24. നമ്മൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിലെ ബാക്കി കാര്യങ്ങൾ നാളെ പറയും, നമ്മൾ എടുക്കും. പുതിയ ടോപ്പിക് കൂടി എടുക്കാം. നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും തയ്യാറല്ലേ? അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിനാണ് നാളെ രാവിലെ നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇനി വേണമെങ്കിൽ ഇതിപ്പോ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേത് നമ്പറാണ് എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ നേരിട്ട് വിളിച്ചും പറയാം. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.